ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയൊക്കെ? കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ തന്നെയാണല്ലേ എല്ലായിടത്തും. അപ്പോൾ അതാ പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ. ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള കറി എന്ന് പറയുന്നത് വെള്ള ചട്നിയാണ്. രാവിലെ എപ്പോഴും ഇങ്ങനെ ദോശ ചുടുന്ന തന്നെ കാണിച്ച് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നൂലേ? എനിക്ക് തന്നെ മടുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം ഞാൻ എന്താക്കിയെന്നോ രാവിലെ ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം നേരെ തിരുമ്പാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം തുടർച്ചയായിട്ട് മഴയായിരുന്നല്ലോ, അതുകൊണ്ട് കുറേ തുണികൾ ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഞാൻ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു മഴക്കാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്, എന്നാൽ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതാ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളത്ത് വെറും വത്തൽ മീൻ മാത്രമേ ഉള്ളൂ. മീനുകൾക്കൊക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ഇത് മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇതാ ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർക്കുകയാണ് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പൊക്കെ ചേർത്ത് കണ്ടൊന്ന് തിരുമ്പി വെക്കുന്നുണ്ട്. എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതായതുകൊണ്ട് ഇന്ന് മുരിങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുരിങ്ങാത്താളിപ്പ് മീൻ പൊരിച്ചിക്കും അതുപോലെ ബീഫ് ചിക്കനൊക്കെ പൊരിച്ചിക്കൊക്കെ നല്ല ടേസ്റ്റാണല്ലേ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞങ്ങളധികം മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മുരിങ്ങ താളിച്ചിലാണ് ചെയ്യൽ. അപ്പോൾ നമ്മളെ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ മുരിങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വാങ്ങി വെച്ചിട്ട് വേണം നമുക്ക് മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കറിവേപ്പില ഒന്ന് ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മീനാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി നിന്നിരുന്നു. അപ്പോൾ ചോറിന് കൂട്ടാൻ ഇതാ മീനും അച്ചാറും കയ്പക്കൊപ്പേരി പിന്നെ കൊണ്ടാട്ടമുളകും ഉണ്ട്. ചോറ് ഇന്നലെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ MP ഓഡിറ്റോറിയത്തിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആങ്ങളുടെ മോൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്. അപ്പോൾ അവിടെ അവാർഡ് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങോട്ട് വേണ്ടി പോന്നിക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കയറി ചെന്ന് നോക്കുമ്പോൾ ഇതാ ഭയങ്കര തിരക്ക്, ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ തിരഞ്ഞ് 2-3 സീറ്റ് കണ്ടു. പിന്നെ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കുട്ടി ഓരോരോ വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബലൂൺ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് അത് വേണം. അപ്പോൾ പിന്നെ കിട്ടൂല എന്നുണ്ടപ്പോൾ പിന്നെ ഓന് കരച്ചിലൊക്കെ നിർത്തി. ഇതിനിടയിൽ പണിക്കാർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ആളും പോയിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ അവാർഡ് കൊടുക്കേണ്ട ടൈമായപ്പോൾ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അത് ഓൾ അവാർഡ് വാങ്ങി പോരുന്നുണ്ട് കേട്ടോ. പരിപാടി 1:30 കേട്ടോ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ 2 മണി കഴിഞ്ഞേക്കണം എത്തിയപ്പത്തിന്. പരിപാടി കഴിഞ്ഞപ്പത്തിന് 5 മണി കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങി വന്നപ്പത്തിന് ഇരുട്ടായിരുന്നു. അപ്പോൾ ഇതാ വന്നതിന് ശേഷം കേട്ടോ ചായയൊക്കെ കുടിക്കുന്നത്. ചായയും ചിപ്സുമാണ് കഴിക്കുന്നത്. ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഇതാ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മാളെ ഏട്ടത്തെയും ഓളെ മാപ്പിളയൊക്കെ വരുന്നുണ്ട്, ഓളെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി ആക്കി. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാനുള്ള സമയവും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പപ്പടം കൂടെ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ടൈമിൽ തിരക്കായതുകൊണ്ട് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറും പിന്നെ അച്ചാറും തൈരും ചിക്കൻ ഫ്രൈയും ഇത്രയാണ് കേട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.